നമസ്കാരം. ഇന്ന് നമുക്ക് യോഗയിലൂടെ എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാമെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്ട്രെസ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാവരും പലപ്പോഴായും അനുഭവിക്കുന്ന ഒന്നാണ് സ്ട്രെസ് അഥവാ സമ്മർദ്ദം. നമ്മുടെ ദേഹവും മനസ്സും പലതരത്തിൽ ഇതിനോട് പ്രതികരിക്കും. ഇതിനൊക്കെയാണ് സ്ട്രെസ് റെസ്പോൺസസ് എന്ന് പറയാം. ആദ്യത്തെ സ്ട്രെസ് റെസ്പോൺസ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ്, പോരാടാൻ തയ്യാറായി നിൽക്കുക. നമ്മളിൽ പല ആൾക്കാരും സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പോൾ നമ്മളിങ്ങനെ ഫൈറ്റിംഗ് മോഡിലേക്കാണ് പോവുക. അത് കാരണം നമ്മുടെ വീടുകളിലായാലും വർക്കിലായാലും ഒക്കെ നമ്മൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. പിന്നെയുള്ളതാണ് ഫ്ലൈറ്റ്, അതായത് നമുക്ക് ഓടി രക്ഷപ്പെടാൻ തോന്നുക. ഇപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റ് നിങ്ങളുടെ കുട്ടി വയറ് വേദനിക്കണു, എനിക്ക് പോണ്ട, സ്കൂളിൽ പോണ്ട പറഞ്ഞ് കരയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വരും. ബിക്കോസ് ആ കുട്ടി സ്ട്രെസ്സിലൂടെയാണ് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ലെവലിലുള്ള സ്ട്രെസ്, ഓടി രക്ഷപ്പെടാൻ തോന്നുക അഥവാ ഫ്ലൈറ്റ് റെസ്പോൺസ്. പിന്നെയുള്ളതാണ് ഫ്രീസ് റെസ്പോൺസ്. ഒന്നെങ്കിൽ ഭീഷണിയുടെ മുമ്പിൽ നമ്മൾ നിശ്ചലമാവുക, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയാതെ ആവുക. പിന്നെയുള്ളതാണ് ഫോൺ റെസ്പോൺസ്. ഭീഷണി ഒഴിവാക്കാൻ എന്തിനു നിന്നു കൊടുക്കുക, അതായത് നമ്മളൊരു ഡോർമാറ്റായ അല്ലെങ്കിൽ ആവുന്ന അവസ്ഥ. അടുത്ത സ്ട്രെസ് റെസ്പോൺസ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രീസ് ആണ്. അതായത് പ്രവർത്തിക്കാൻ കഴിയാതെ ആവുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിശ്ചലമായി പോവുക എന്നുള്ളത്. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ ആവേശം സിനിമയിലുണ്ട്. ഛോട്ടാ മുംബൈ എന്നുള്ളത് കാണിച്ചു കൊടുക്കുമ്പോൾ, ആവേശം സിനിമയിൽ നമ്മുടെ ഹീറോ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു ചേച്ചിയുണ്ട്, തുരുതുരാന്ന് എല്ലാ സിനിമകളുടെയും പേര് പറയാം. നമ്മുടെ ബിബി മോനോ ഫ്രീസ് ആയി നിൽക്കും. അതാണ് ഫ്രീ സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോൺ, അതായത് ഭീഷണി ഒഴിവാക്കാൻ എന്തിനും നിന്ന് കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ തറുതല പറയാതെ ഇരിക്കുക എന്നുള്ള പോലെ നമ്മൾ നിന്ന് കൊടുക്കുക, അവരുടെ കേട്ട് നിന്ന് കൊടുക്കുക എന്നുള്ളത് എപ്പോഴും ഡോർമാറ്റായി മാറും. അപ്പം നമ്മളുടെ ഈ പ്രതികരണങ്ങളൊക്കെ യോഗ പരിശീലനത്തോടെ ശാന്തമാക്കി കൂടുതൽ ശാന്തിയോടെയും സമചിത്തതയിലൂടെയും സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ യോഗ കൊണ്ട് സാധിക്കും. ചില സഹായകമായ പോസസ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതായി പശ്ചിമോത്താനാസൻ, അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റീരിയർ സ്ട്രെച്ച് എന്ന് പറയും. രണ്ട് കാലുകളും നീട്ടി വെച്ച് കൈ കൊണ്ട് കാലുകളെ ഫോർവേഡ് ബെൻഡ് ചെയ്ത് പിടിക്കാൻ നോക്കും. രണ്ടാമത്തേതായി അർദ്ധ മത്സ്യേന്ദ്രാസൻ, അത് ലോർഡ് ഓഫ് ദ ഫിഷസ് പോസ് അല്ലെങ്കിൽ സ്പൈനൽ ട്വിസ്റ്റ്, സീറ്റഡ് സ്പൈനൽ ട്വിസ്റ്റ് എന്നാണ് അതിനെ വിളിക്കാറ് ഇംഗ്ലീഷിൽ. പിന്നെ ഭുജംഗാസൻ എന്ന് പറഞ്ഞാൽ കോബ്ര പേഴ്സ്, ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞാൽ സർവാംഗാസൻ ഓർ ഷോൾഡർ സ്റ്റാൻഡ്. പിന്നെ ശീതലാസൻ, അതായത് ഒരു റിലാക്സേഷൻ പോസും കൂടിയാണ് ശീതലാസൻ. പിന്നെ ഓഫ് കോഴ്സ് ശവാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള ഒരു പോസാണ്. എല്ലാവരും അതിനെ ഒരു നാപ്പോ അല്ലെങ്കിൽ ഒരു ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള പോസാന്ന് വിചാരിക്കും. പക്ഷേ ശവാസൻ ഇസ് ആക്ച്വലി ഒരു പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നീക്കാണ്. പിന്നെ പ്രാണായാമത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രെസ് റിലീഫിനുള്ളത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അല്ലെങ്കിൽ ടമ്മി ബ്രീത്തിങ് പറയും. നമ്മൾ ചെസ്റ്റിലേക്ക് മാത്രം ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആക്ച്വലി സ്ട്രെസ് റെസ്പോൺസസ് ഒക്കെ വർക്ക് ചെയ്യാൻ ഓൺ ആവാനുള്ള സാധ്യതയാണ് കൂടുതലായി നിൽക്കുക. പക്ഷെ നമ്മൾ ടമ്മിയിലേക്കാണ് കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സിസ്റ്റം ആയിരിക്കും ഓൺ ആവുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാമായിട്ടെല്ലാം ഡീൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഓം ചാൻറ്റിങ്ങും വളരെയധികം ഫലപ്രദമാണ്. ഈ ടെക്നീക്സ് എല്ലാം തന്നെ, ഈ ആസനാസും പ്രാണായാമൊക്കെ എക്സാക്ട്ലി എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.